ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 14-ാം വാക്യം. നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. വീട്ടുടമസ്ഥൻ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ പോകുന്നത് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട് അല്ലെ. ഒരു ധനാറയ്ക്ക് എന്ന രീതിയിൽ ജോലിക്കാരെ അവൻ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം അവൻ 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും പുറത്തിറങ്ങുകയും അവിടെ കണ്ടവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുകയും ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഈ വീട്ടുടമസ്ഥൻ ഈ ജോലിക്കാർക്ക് കൂലി കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവസാനം വന്നവൻ മുതൽ ആദ്യം വന്നവൻ വരെ അവൻ കൂലി കൊടുത്തു. അവസാനം വന്നവന് ഒരു ധനാറ ലഭിച്ചു. ഇത് കിട്ടിയപ്പോൾ രാവിലെ വന്നവർക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അവൻ ഒരു ധനാറ കിട്ടിയെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുമായിരിക്കും. പക്ഷേ ആദ്യം വന്നവനും എന്താ കിട്ടിയത്? ഒരു ധനാറയാണ്. ഇത് കിട്ടിയപ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പിറുപിറുക്കുന്നത് കാണുന്നുണ്ട്. അവിടെയാണ് ഈ വീട്ടുടമസ്ഥൻ പറയുന്നത്, നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും നടക്കുന്ന ഒരു കാര്യമായത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരിലേക്കാണ്. അവരുടെ ജീവിതത്തില് ഇത്രയേറെ കിട്ടി, എനിക്ക് അതിൽ കൂടുതൽ വേണം. മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. നിന്റെ അവകാശം നീ നേടിയെടുക്കുക. മറ്റൊരുവന് എന്ത് കിട്ടുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യം നിനക്കില്ല. നീ ദൈവത്തിന് മുമ്പില് വിശ്വസ്തയോടുകൂടി നിന്നാല് അതിനുള്ള പ്രതിഫലം നിന്റെ ദൈവം നിനക്ക് തരും. മറ്റൊരുവന്റെ ജീവിതത്തില് നന്മയുണ്ടാകുന്നുണ്ടെങ്കിൽ അതോർത്ത് നീ അസൂയപ്പെടേണ്ട. അവന് കൊടുക്കുന്നതും ദൈവമാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് അസൂയപ്പെട്ട് നിരാശപ്പെട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണ്? അവരന്റെ ജീവിതത്തില് ഒരു നേട്ടമുണ്ടാകുമ്പോൾ, അവര് വളർച്ചയുണ്ടാകുമ്പോൾ, അവരുടെ മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയമൊക്കെ ലഭിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അസൂയാണ്. നമ്മൾ ചിന്തിക്കുന്നത് അവൻ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, പള്ളിയിൽ പോകുന്നില്ലല്ലോ, അവന് കിട്ടിയല്ലോ, അതിനേക്കാൾ കൂടുതൽ എനിക്ക് വേണം. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തില് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ആരെക്കുറിച്ചാ? നമ്മളെക്കുറിച്ചാ. നമ്മുടെ ജീവിതത്തെ നോക്കി, അവരന്റെ ജീവിതത്തെ നോക്കി നീ നിന്റെ ജീവിതം നയിക്കരുത് എന്ന് കൃത്യമായിട്ട് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. CCTV പോലെ പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കുക. അവന്റെ കുറവെന്ത്? അവന്റെ പോരായ്മ എന്ത്? ഇത് മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാല് ഈശോ പറയുന്നത്, നീ നോക്കേണ്ടത് നിന്റെ ജീവിതത്തിലേക്കാണ്. നിന്റെ കുറവുകൾ നീ കണ്ടെത്തി നീ അവ പരിഹരിക്കണം. നിന്റെ ജീവിതത്തില് നീ ദൈവത്തോട് ചേർന്നിരുന്നാല് ദൈവം നിനക്ക് പ്രതിഫലം നൽകും. അവന് ലഭിക്കുന്നതിനെ ഓർത്ത് അസൂയപ്പെട്ട് നീ ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാല് നിന്റെ ജീവിതം പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടും, നഷ്ടപ്പെട്ടു പോകും. ഒരിക്കലും നിനക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തില് ദൈവം നൽകുന്ന നന്മകൾക്ക് നന്ദി പറയുവാനായിട്ട്, ദൈവത്തോട് ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട്, അവന് ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അതിൽ അസൂയപ്പെടാതെ അവനോട് ചേർന്നിരിക്കാനായിട്ട്, അവനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.